ഇവിടുത്തെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ 1011 ആണ്. 1011 ആണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഡാറ്റ പ്രോസസ് ചെയ്യേണ്ട ഡാറ്റ 1ഉം രണ്ടാമത്തതായിട്ട് 0യും ആണ് വരിക. ലാസ്റ്റാണ് 1 വരിക. അപ്പോൾ ആദ്യത്തെ ഡാറ്റ എൻ്റെ ഒരു സാധനം വരയ്ക്കുമ്പോൾ ഇത് ആക്ച്വലി വരച്ചിൽ തെറ്റുണ്ട്. ഡാറ്റ എങ്ങനെ വരിക? ഇതാണ് ആക്ച്വലി ഡാറ്റ. അപ്പോൾ ആദ്യം പ്രോസസ് ചെയ്യേണ്ട ഡാറ്റ ഏതാണ്? LSB ആണ്. LSB ആണ് ആദ്യം പ്രോസസ് ചെയ്യേണ്ടത്. അപ്പോൾ LSB ആയ 1 ആണ് ഇനീഷ്യലി വരേണ്ടത്. അതിനുശേഷം രണ്ടാമത്തെ ഇത് ഫസ്റ്റ് ആണ്. സെക്കൻഡായിട്ട് പ്രോസസ് ചെയ്യേണ്ടത് ഏതാണ്? 0 ആണ്. അപ്പോൾ പിന്നെ വരേണ്ടത് 0 ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്ലോക്ക് പൾസ് വരുമ്പോൾ 0 ആയിരിക്കണം വരേണ്ടത്. മൂന്നാമത്തെ ഡാറ്റ ഏതാണ്? മൂന്നാമത്തെ ഡീൽ ചെയ്യേണ്ടത് അടുത്ത 1 ആണ്. അത് എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ അത് വീണ്ടും 1 ആയി മാറണം. നാലാമത്തതാണ് നമ്മളെ ഫോർത്ത്. അതാണ് ആക്ച്വലി MSB. ഫോർത്ത് ബിറ്റാണ് MSB. അപ്പോൾ അവസാനമായിട്ട് ഡീൽ ചെയ്യേണ്ടതാണ് MSB, അതായത് ഫോർത്ത് ബിറ്റ്. ഫോർത്ത് ബിറ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ വരും. ഇതാണ് ആക്ച്വലി നമ്മുടെ ഇൻപുട്ട് ഡാറ്റ. ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഡാറ്റ. അപ്പോൾ ഇത് വരുമ്പോൾ ഇനിയാണ് നമ്മൾ ആക്ച്വലി വരയ്ക്കേണ്ടത് Q3, Q2, Q3, Q2, Q1, Q0. Q3, Q2, Q1, Q0. അപ്പോൾ ആക്ച്വലി ഒന്നാമത്തെ ക്ലോക്ക്, ഇതാണ് ഒന്നാമത്തെ ക്ലോക്ക്. ഒന്നാമത്തെ ക്ലോക്ക് വരുമ്പോൾ ഇതാണ് ഇൻപുട്ട് ഡാറ്റ. ഇൻപുട്ട് ഡാറ്റ എന്താണ്? 1 ആണ്. ബാക്കി എല്ലാം 0 ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരാണ് വർക്ക് ചെയ്യുക? ആ സമയത്ത് Q3യിൽ മാത്രം ഇൻപുട്ട്. Q3ക്ക് മാത്രമല്ല ഇൻപുട്ടുള്ളൂ. തൊട്ട മുന്നത്തെ ഡാറ്റ ടേബിൾ നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ആക്ച്വലി Q3 മാത്രമേ 1 വരുന്നുള്ളൂ. ബാക്കി 3 വരും. Q2ഉം Q1ഉം 0. Q0 എന്താണ്? 0 ആണ്. അപ്പം നമുക്കിവിടെ മാർക്ക് ചെയ്യാം. Q2 മാത്രം ഈ ക്ലോക്ക് വന്ന പോയിന്റിൽ വെച്ചിട്ട് എന്താവും? 1 ആയി മാറും. അടുത്ത ക്ലോക്ക് വരുന്നവരെ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ആ സമയത്ത് Q2ൻ്റെ വാല്യൂ എന്തായിരിക്കും? Q2ൻ്റെ വാല്യൂ 0 ആണ്. ഇനീഷ്യലി 0 ആണ്. ഇപ്പോഴും ഈ സെഗ്മെൻറ്റിലും 0 ആണ്. Q1ൻ്റെ വാല്യൂ എന്താണ്? ഇനീഷ്യലി 0 ആണ്. ആ സെഗ്മെൻറ്റ് തീരുന്നത് വരെ 0 ആണ്. അതേപോലെ Q0യുടെ വാല്യൂ 0 ആണ്. ആ സെഗ്മെൻറ്റ് തീരുന്നത് വരെ, അതായത് ഈ ക്ലോക്ക് വെച്ച് അടുത്ത ക്ലോക്ക് വരുന്നവരെ 0 ആണ്. ഇനിയാണ് അടുത്ത ക്ലോക്ക് വരുന്നത്. അടുത്ത ക്ലോക്ക് വരുമ്പോൾ അടുത്ത ക്ലോക്ക്, ഇതാണ് അടുത്ത ക്ലോക്ക്. അടുത്ത ക്ലോക്ക് വരുമ്പോൾ എന്താവും? Q3യുടെ വാല്യൂ 0 ആവും. Q2 1 ആകും. Q1ഉം Q0 0. അതായത് ഒന്നാമത്തതിൻ്റെ വാല്യൂ 0യിലേക്ക് പോകും, രണ്ടാമത്തത് 1ലേക്ക് വരും, ബാക്കി രണ്ടും 0 തന്നെ. അപ്പോൾ എങ്ങനെ വരും? ഒന്നാമത്തത് 0യിലേക്ക് വന്നു അടുത്ത ക്ലോക്ക് വരെ. രണ്ടാമത്തത് എന്ത് ചെയ്തു? 1ലേക്ക് വന്നു. മറ്റേത് രണ്ടും 0യിൽ തന്നെ തുടർന്നു. ഇനി അടുത്ത കേസിൽ എങ്ങനെയാണ്? അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്താണ്? അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ ആദ്യത്തത് 1 ആയി, രണ്ടാമത്തെ 0 ആയി, മൂന്നാമത്തത് 1 ആയി, നാലാമത്തത് 0. അപ്പോൾ 1 0 1 0 വരും. നമുക്ക് അതോടെ വരയ്ക്കാം. 1 0 1 0. അപ്പോൾ ഒന്നാമത് എങ്ങോട്ട് പോയി? ഒന്നാമത്തത് 1ലോട്ട് പോയി. അടുത്ത ക്ലോക്ക് വരെ 1 ആയിരിക്കും. രണ്ടാമത്തെ എന്തായി? 0ലോട്ട് പോയി. മൂന്നാമത്തത് 1ലോട്ട് വന്നു. നാലാമത്തതോ? നാലാമത്തത് 0 തന്നെ. ഇനി അടുത്ത ക്ലോക്കിൽ എന്താ വരിക? 1 1 0 1 ആണ്. 1 1 0 1. 1 1 0 1. സോറി. അപ്പോൾ Q3 1 തന്നെ വന്നു. 1. അടുത്തത് 1 1, ഇതും 1ലോട്ട് വന്നു. അടുത്തത് 0ലോട്ട് പോയി. Q0 മാത്രം 1 ആയി മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഡാറ്റ ഇൻപുട്ടിൻ്റെ ഒന്നാമത്തെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അതായത് ഈ ഒരു ഡാറ്റ ഇപ്പോഴാണ് ഔട്ട്പുട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇത് വേറൊരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഈ പൊങ്ങിയ ഭാഗം അടുത്ത സെഗ്മെൻറ്റിലേക്ക് വന്നു, അത് അടുത്ത സെഗ്മെൻറ്റിലേക്ക് വന്നു, അത് അടുത്ത സെഗ്മെൻറ്റിലേക്ക് വന്നു. മനസ്സിലായോ? അതേപോലെ ഈ താഴ്ന്ന പോർഷൻ അടുത്ത സെഗ്മെൻറ്റിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വരും. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ അടുത്ത സെഗ്മെൻറ്റിൽ ഇത് വീണ്ടും വരയ്ക്കാം. അടുത്ത ക്ലോക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അടുത്ത ക്ലോക്കിൽ ഈ പോർഷൻ, രണ്ട് പോർഷൻ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഇത് പൊങ്ങും. ഇത് പൊങ്ങിയിട്ട് ഇങ്ങനെ വരും. ഇതെന്ത് ചെയ്യും? ഇത് താണിട്ട് ഈ സംഭവം ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ. മനസ്സിലായോ? ഇതാണ് ആക്ച്വലി നടക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഉള്ള ഈ പച്ച സാധനമാണ്, ഈ ഒരു ഡാറ്റയാണ് ഇവിടെ വന്നത്. അടുത്ത സെഗ്മെൻറ്റിൽ അത് ഇങ്ങോട്ട് ട്രാൻസ്ഫറായി, അടുത്ത സെഗ്മെൻറ്റിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫറായി, അടുത്ത സെഗ്മെൻറ്റിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫറായി. അതേപോലെ അടുത്ത ലോവർ, Q3 ഉള്ള ലോവർ അടുത്ത സെഗ്മെൻറ്റിലെ അടുത്ത ക്ലോക്ക് ആ സെഗ്മെൻറ്റിലേക്ക് വന്നു Q2ൽ.
അത് അടുത്ത സെഗ്മെൻറ്റിൽ Q1 വന്നു, അടുത്ത സെഗ്മെൻറ്റിൽ Q0 വന്നു. അതേപോലെ Q3 ഉള്ള ഹൈ അത് അടുത്ത സെഗ്മെൻറ്റിൽ Q2 വന്നു, അത് അടുത്ത സെഗ്മെൻറ്റിൽ Q1 വന്നു, അത് അടുത്ത സെഗ്മെൻറ്റ് എന്ത് വരും, അത് അടുത്ത സെഗ്മെൻറ്റിൽ Q0 വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ സാധനം വരിക, ഇങ്ങനെയാണ് ഈ സാധനം വരിക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഇങ്ങനെ വരച്ചില്ലേ, ഈ ഒരു ഫ്ലോ തന്നെയായിരിക്കും നടക്കുക. അത് ഗ്രാഫിക്കലി അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ ഈ കണ്ട സാധനം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലോക്ക് വരുമ്പോൾ ഈ സാധനം എങ്ങോട്ട് വരും, ഈ സാധനം ഇങ്ങോട്ട് വരും. അതായത് ഞാൻ പറഞ്ഞത് അടുത്ത ക്ലോക്കുകളിലൂടെ ഇത് അടുത്തതിൽ ചാടി ചാടി ഈ 0 ഇവിടെ വരും, അടുത്ത ക്ലോക്ക് വന്ന് ഈ 1 ഇവിടെ വരും, അടുത്ത ക്ലോക്ക് വന്ന് ഈ 1 ഇവിടെ വരും. അപ്പോൾ ഈ ടോട്ടൽ ഇനി 3 ക്ലോക്കും കൂടെ വരണം. ആദ്യത്തെ 4 ക്ലോക്ക് കൊണ്ട് LSB എത്തി, LSB കഴിഞ്ഞാൽ പിന്നെ 4 ബിറ്റ് ആയതുകൊണ്ട് ബാക്കി 3 ബിറ്റും കൂടെ ഉണ്ട്. ആ 3 ബിറ്റും കൂടെ വരെ അഡീഷണലി 3 ക്ലോക്ക് കൂടെ വരണം. അതിനെ നമ്മളിവിടെ വരച്ചത് ആക്ച്വലി. അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെയാണ് ട്രൂത്ത് ടേബിളിനെ ഗ്രാഫിക്കലി കാണിക്കാമെന്ന് കാണിച്ചതാണ്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? പിടി കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു സാധനത്തിലേക്ക് പോകാം. ഒരു സിമ്പിൾ സാധനം നോക്കാം. ഇപ്പോൾ സീരിയൽ ഇൻപുട്ടല്ലേ നമ്മൾ നോക്കിയത്, സീരിയൽ ഇൻപുട്ടാണ് നമ്മൾ നോക്കിയത്. ഇനി സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്, സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്. ഇത് വളരെ ഈസി അല്ലേ? സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? എന്ത് വ്യത്യാസം ഉണ്ടാവുക? ഇതിലെങ്ങനെ വരിക? ക്ലോക്ക് ഉണ്ട്, D3 ഉണ്ട്, Q3 ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ DIN ഡാറ്റ ഇൻപുട്ട് വരും. എന്നിട്ട് എന്ത് വരും? ഡാറ്റ സീരിയലായിട്ട് പോകണ്ടേ? ഡാറ്റ സീരിയലായിട്ട് പോകണം. അപ്പോൾ സീരിയൽ ഇൻപുട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെയായിരിക്കും കണക്ഷൻ വരിക. നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഡാറ്റ സീരിയലായിട്ട് തന്നെ എടുക്കും. പക്ഷേ ഓരോ സമയത്തും ഔട്ട് എങ്ങനെയായിരിക്കും? പാരലായിട്ട് ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കും, പാരലായിട്ട് ഔട്ട്പുട്ട് എടുക്കും. മനസ്സിലായോ? ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു സിസോ ലെസ് നമ്പർ ഓഫ് ക്ലോക്ക്സ് ആർ റിക്വയർഡ്. എന്താ കാര്യം എന്നറിയാമോ? ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മൾ കണ്ടു 4 ക്ലോക്ക് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ LSB എത്തിയത് അല്ലേ? അപ്പോൾ എന്തായിരുന്നു? ഇവിടെ MSB നിൽക്കുക. ഇനി 3 ക്ലോക്കും കൂടെ കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ MSB ചാടി ലാസ്റ്റ് ഇവിടെ എത്തുള്ളൂ. അപ്പം ടോട്ടലി എത്ര ക്ലോക്ക് വേണ്ടി വന്നു? 7 ക്ലോക്ക് വേണ്ടി വന്നു അല്ലേ? ഇവിടെ എന്താ ഗുണം? ഇവിടെ ആദ്യത്തെ 4 ക്ലോക്ക് കഴിയുമ്പോൾ തന്നെ ഇവിടെ LSB ഉണ്ട്. അപ്പോൾ ഇവിടെ MSB ഉണ്ട്. ഈ MSB ഇങ്ങോട്ട് വരാൻ 3 ക്ലോക്കിൻ്റെ ആവശ്യമില്ല. ആ 3 ക്ലോക്ക് വരേണ്ട കാര്യമില്ല. അപ്പം തന്നെ നമുക്ക് ഇവിടെ MSB അവൈലബിൾ ആണ്. മനസ്സിലായോ? തൊട്ടമുന്നത്തെ കേസ് നോക്കി അറിയാം, 4 ക്ലോക്കുകൾ കൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ LSB കിട്ടിയിട്ടുള്ളൂ. അഡീഷണലി 3 ക്ലോക്കും കൂടെ കഴിഞ്ഞാലും ഈ പ്രോസസ് 3 പ്രാവശ്യം കൂടെ നടന്നാലാണ് ഇവിടെ ഉണ്ടായിരുന്ന MSB അവിടെ എത്തുള്ളൂ അല്ലേ? LSB ഒന്നാമത്തെ ഡാറ്റ എത്തിയിട്ടുള്ളൂ. ഇനി ഈ 0യും ഈ 1ഉം ഈ 1ഉം വരണം. അവസാനത്തെ ഈ 1 വരണമെങ്കിൽ 3 ക്ലോക്കും കൂടെ അഡീഷണൽ വേണം. അപ്പം മൊത്തം 7 ക്ലോക്ക് വേണമായിരുന്നു. ഇവിടെ എന്താണ് കാര്യം? ഇവിടെ LSB വരുമ്പോഴേക്ക് കൂടെ ഇവിടെ എന്ത് ചെയ്യുക? നടുക്കത്തെ 2 ബിറ്റ് കിട്ടും, ഇവിടുന്ന് MSB കിട്ടും. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. കമ്പയർ ടു സിസോ, സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് നമ്പർ ഓഫ് ക്ലോക്ക്സ് ആർ റിക്വയർഡ്. അതായത് ലെസ് നമ്പർ ഓഫ് ക്ലോക്ക്സ് അല്ല, ലെസ് നമ്പർ ഓഫ് സൈക്കിൾസ് ആർ റിക്വയർഡ്. അത്രയും ടൈം വേണ്ട. ഓക്കെ. കമ്പയർ ടു എ സിസോ ലെസ് നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ്, ക്ലോക്കുകളല്ല, ക്ലോക്ക് പൾസസ് ആർ റിക്വയർഡ് ടു പ്രോസസ് ഡാറ്റ. ഈ മൊത്തം ഡാറ്റയും പ്രോസസ് ചെയ്യാൻ. കാരണം എന്താണ്? നമ്മൾ സീരിയൽ ഔട്ട്പുട്ട് LSB വന്നു കഴിഞ്ഞാൽ LSB ഇവിടെ കിട്ടുള്ളൂ. അതിന് ആ 4 ക്ലോക്ക് വേണം. ആ സമയം കൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? ഏറ്റവും ഇടതുഭാഗത്ത് MSB ഉണ്ടാവും. ഈ നടുക്ക് 2 സ്ഥലത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബാക്കി നടുക്കുള്ള ഇൻപുട്ടുകളും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഒരു B3 B2, ഇത് ബിറ്റാണ് B എന്ന് ഉദ്ദേശിക്കുന്നത്,
B1 B0 ഇങ്ങനെയുള്ളൊരു സീരിയൽ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് സിപ്പോ സിസ്റ്റം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അവസാനത്തെ ഇവിടെ എൽ എസ് ബി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും B0 കിട്ടും. ബാക്കിയുള്ള പാരലൽ പാത്തുകൾ നമുക്ക് എന്ത് കിട്ടും ബാക്കി എല്ലാ ഡീറ്റെയിലും കിട്ടും. അപ്പം MSB ആയിട്ടുള്ള B3 അതായത് FF3ൻ്റെ അവിടെ നിന്ന് ഔട്ട്പുട്ടായി കിട്ടും. പിന്നെ ഇവിടെ B2 ഉണ്ടാവും, ഇവിടെ B1 ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ഇത് മനസ്സിലാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടെന്ന് പറയണേ. ഇങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലായിണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. മനസ്സിലാത്ത ആൾക്കാരെങ്കിലും ആയില്ലെന്ന് പറ. എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യും. ആയെങ്കിൽ ആയിന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. മനസ്സിലായെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അടുത്തതിലേക്ക് പോവാണ്. അടുത്തെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ മറ്റൊരു സാധനമാണ്. എന്താണ്? പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്, അതായത് PIPO പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലേ? ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? വേറൊരു പേരും കൂടെ ഞാൻ പറഞ്ഞു. ഇതിന് ആക്ച്വലി സ്റ്റോറേജ് രജിസ്റ്റർ എന്ന് വിളിക്കും. സ്റ്റോറേജ് രജിസ്റ്റർ അല്ലേ? സ്റ്റോറേജ് എന്താണ്? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. സ്റ്റോറേജ് രജിസ്റ്റർ. ഇതെങ്ങനെ വരിക? നാല് ഫ്ലിപ്പ് ഫ്ലോപ്പുകളുണ്ട്. പഴയ പോലെ തന്നെ FF3, FF2, FF1, FF0. ഓരോന്നിൻ്റെ ഇൻപുട്ടുകൾ D3, D2, D1, D0. ഇവിടെ ആക്ച്വലി നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് പാരലാണ് അല്ലേ? ഇൻപുട്ട് എങ്ങനെയാണ് കൊടുക്കുക? പാരലാണ്. എങ്ങനെയാണ് പാരലൽ ഇൻപുട്ട് കൊടുക്കുക? ഒന്നാമത്തെ ബിറ്റ് നമ്മളിവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും. അതായത് ഒന്നാമത്തേനുള്ള ഈ ഒരു ഇവിടെ D3 അഞ്ചോ, ഇവിടെ D3 ഇൻപുട്ട് കൊടുക്കുന്നത് അഞ്ചോ. അതേപോലെ അതായത് ഓരോ ബിറ്റിനെയും അതിന് കറസ്പോണ്ടിങ് ആയ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ D3 ഇവിടെ കൊടുക്കും, D2 ഇവിടെ കൊടുക്കും. നമുക്ക് അതിന് ആക്ച്വലി B വെച്ച് എഴുതാം. കാരണം ബിറ്റ് എന്നുള്ള അർത്ഥത്തിൽ B എഴുതാം. B3, B2, B1, B0. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? പാരലായിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഒന്നും കൂടെ കയറി അടുത്തേക്ക് കയറി ഇങ്ങനെ പോകണമെന്നാണ് നമ്മൾ സീരിയലിന് കൊടുക്കുക. സീരിയൽ ഇൻപുട്ട് എന്ന് പറയുക. അതായത് ഒന്നിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അടുത്തതിൻ്റെ ഇൻപുട്ട് കൊടുത്ത്, അതിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ഇൻപുട്ട് കൊടുത്ത്, അതിൻ്റെ അടുത്തതിൻ്റെ ഇൻപുട്ട് കൊടുത്ത്, അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് എന്താ പറയുക? സീരിയൽ ഇൻപുട്ട് എന്ന്. അതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് അല്ലേ? നമ്മൾ ഇത്രയും നേരം കണ്ടത് എന്താണ്? അതാണ്. തൊട്ട മുന്നത്തെ കേസൊക്കെ എടുത്ത് നമുക്ക് നോക്കാം സംശയം ഉണ്ടെങ്കിൽ. ഒന്നാമത്തെ FF3ൻ്റെ ഔട്ടാണ് അടുത്തേക്ക് ഇന്നായി കൊടുക്കുന്നത്. FF2ൻ്റെ ഔട്ടാണ് FF1ൻ്റെ ഇന്ന്. അതുപോലെ FF1ൻ്റെ ഔട്ടാണ് FF0ൻ്റെ ഇന്ന്. അതുകൊണ്ടാണ് നമ്മൾ അതിന് സീരിയൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റ സീരിയലായിട്ടാണ് പുറത്തേക്ക് വരുന്നത്, സീരിയൽ ഔട്ട്പുട്ട് എന്ന് പറയും. അതായത് തൊട്ട മുന്നത്തെ കേസിൽ നമ്മൾ കണ്ടത്. ഡാറ്റയും ഔട്ട്പുട്ടിലേക്ക് സീരിയലായിട്ട് 1 by 1 ആയിട്ടാണ് വരുന്നത്. സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് എന്താണ്? ഡാറ്റ നമുക്ക് പാരലായിട്ട് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ടാണ് പഠിക്കുന്നത്. എന്താണ് പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്? ഡാറ്റ നമ്മൾ ഓരോന്നിലേക്കും സെപ്പറേറ്റ് ആയി പാരലായിട്ടാണ് കൊടുക്കുന്നത്. ഒന്നിൻ്റെ ഔട്ടൊന്നുമല്ല അടുത്തതിൻ്റെ ഇന്നായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഡാറ്റ ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുക്കുക? ഔട്ട്പുട്ടും പാരലായിട്ട് എടുക്കും. ഇതാണ് ആക്ച്വലി ഔട്ട്പുട്ട്. ഇതാണ് ഔട്ട്പുട്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് 3, ഇവിടെ ഔട്ട്പുട്ട് 2, ഇവിടെ ഔട്ട്പുട്ട് 1, ഇവിടെ ഔട്ട്പുട്ട് 0. അപ്പോൾ ഇതാണ് ആക്ച്വലി പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്
ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റോറേജ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഗുണം എന്നറിയാമോ? ഇവിടെ ആക്ച്വലി ഇത് മൊത്തം പ്രോസസ് ചെയ്യാൻ ഒറ്റ ക്ലോക്ക് പൾസ് മതി. ഒറ്റ ക്ലോക്ക്, ഈ ഒരു ക്ലോക്ക് പൾസ് ഒറ്റ ക്ലോക്ക് നടക്കുമ്പോൾ തന്നെ ഇവിടെ ഔട്ട്പുട്ട് കിട്ടും, ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും. എന്താ കാര്യം? റെഡി ആയിട്ട് ഡാറ്റ കിടക്കുകയാണ്. നേരത്തെ കേസിൽ എന്തായിരുന്നു, ഒരു സ്റ്റേജിന് ഒരു ഇന്ന് വരണമെങ്കിൽ തൊട്ട മുന്നത്തെ എൻ്റെ സ്റ്റേജിൻ്റെ ഔട്ട് വരണം. അപ്പോൾ ഒരു ക്ലോക്ക്, ഓരോ ക്ലോക്ക് കഴിയുമ്പോഴാണ് അടുത്ത ആൾക്കാർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ അസംബ്ലിയിലൊക്കെ നിന്നിട്ടേ ഒരാളെ കയ്യിൽ ഒരു സാധനം കിട്ടിയിട്ട് അടുത്ത കൊടുത്ത് അത് അടുത്ത കൊടുത്ത് ഇങ്ങനെ പോകുന്നില്ലേ, അതുപോലെയായിരുന്നു പഴയ കേസ്. ഇവിടെ എങ്ങനെയാണ്, ഓരോ ആൾക്കാർക്കും നമുക്കങ്ങ് തരികയാണ്, ഓരോ ആൾക്കാർക്കും നേരിട്ട് അങ്ങ് തരികയാണ്. മനസ്സിലായോ? അതാണ് ആക്ച്വലി പാരലൽ ഇൻപുട്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും അറ്റ് എ ടൈമിന് ഡാറ്റ കിട്ടും. ആ ഡാറ്റ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ക്ലോക്കും വരും. ആ ക്ലോക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും, ക്രോസ് ചെയ്യും, അപ്പം തന്നെ ഔട്ട്പുട്ടും കിട്ടും. അപ്പോൾ ഒറ്റ ക്ലോക്ക് പൾസ് തന്നെ നടക്കും. വളരെ ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കിട്ടിയ ഡാറ്റയെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത്രയും സാധനങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത്രയും നമ്പർ ഓഫ് ലൈൻസ് വേണം. മറ്റെന്താണ്, ഒറ്റ നമ്പർ ഓഫ് ലൈൻസ് മതിയായിരുന്നു, ഒറ്റ നമ്പർ ഓഫ് ലൈൻസ് മതിയായിരുന്നു. ഇവിടെ ഈ സാധനത്തിന് തിരിച്ച് കൊണ്ടുപോകണം, നമ്മൾ എന്ത് ചെയ്യണം, പഴയ മൾട്ടിപ്ലക്സറൊക്കെ ഉപയോഗിച്ച് ഇതിനെ ഡാറ്റേനെ മൾട്ടിപ്ലക്സ് ആക്കിയിട്ട് എടുത്ത് കൊണ്ടുപോകണം. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇതാണ് പാരലൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്, ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഓൾ ഡാറ്റ ബിറ്റ്സ്, എല്ലാ ഡാറ്റ ബിറ്റ്സും ആർ പ്രോസസ്ഡ് അറ്റ് എ സിംഗിൾ ടൈം. ഒറ്റ സമയം തന്നെ എല്ലാ ഡാറ്റയും അറ്റ് എ സിംഗിൾ ടൈമിലാണ് എല്ലാ ഡാറ്റയും പ്രോസസ് ചെയ്യുന്നത്. എല്ലാ ഡാറ്റ ബിറ്റും ഒരേ സമയം പ്രോസസ് ചെയ്യപ്പെടുന്നു. അല്ലെ സിംഗിൾ ടൈമിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആർ പ്രോസസ്ഡ് സൈമൾട്ടേനിയസ്ലി എടുക്കാം. ഒരേ സമയം ആർ പ്രോസസ്ഡ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ. എല്ലാം ഒരേ സമയമാണ് പ്രോസസ് ചെയ്യപ്പെടുന്നത്, എല്ലാം ഒരേ സമയമാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഇത്രയും ഭാഗം മനസ്സിലായോ നിങ്ങൾക്ക്? എളുപ്പമല്ല, ഈസി അല്ലേ സംഭവം? മനസ്സിലായോ മക്കളെ? ഇത് മനസ്സിലായോ? ആയിന്ന് വിശ്വസിക്കുന്നു. മൗനം സമ്മതമാക്കി എടുക്കാം. ഇനിയാണ് ലേശം വലിയൊരു സർക്യൂട്ടാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ സർക്യൂട്ട് കുറച്ച് വലുതാണ്. പാരലൽ, ഇനി ഒന്നല്ലേ ബാക്കിയുള്ളൂ, സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, സീരിയൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്. ഇപ്പോൾ ഏതാണ് ഡിസ്കസ് ചെയ്തത്, പാരലൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്. ഇനി പാരലൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, പാരലൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഇതിൻ്റെ സർക്യൂട്ട് മാത്രം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കേട്ടോ, സർക്യൂട്ട് മാത്രം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇതിൽ കാര്യമായ പ്രശ്നമൊന്നുമില്ല, കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യാൻ, നമ്മളെ സബ്ജക്റ്റ് ഇങ്ങനത്തെ ഇതായിപ്പോയി. ഇതിനകത്ത് ആക്ച്വലി കുറച്ച് അഡീഷണലി കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ എങ്ങനെയാണ് കൊടുക്കുക, പാരലൽ ഇൻപുട്ടാണ്. അപ്പോൾ തൊട്ട മുന്നത്തെ കേസിൽ പാരലൽ ഇൻപുട്ട് നമ്മൾ കണ്ടതാണ്, ഓരോ ഡാറ്റയും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെയായിരിക്കും ഇവിടെയും കൊടുക്കുക, അതേപോലെ തന്നെയായിരിക്കും. പക്ഷേ അവിടെ പാരലൽ ഇൻപുട്ട് എടുത്തിട്ട് ഡാറ്റ നേരിട്ട് പാരലായി എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, സീരിയലാണ്. സീരിയൽ നമ്മൾ ഒന്നൊന്ന് അടുത്തേക്ക് ചാടി 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 തന്നെ ഔട്ട്പുട്ടിലേക്ക് വരണം. മനസ്സിലായോ? അതായത് എല്ലാ ഔട്ട്പുട്ടും നമുക്ക് ലാസ്റ്റ് എവിടെ നിന്നാണ് കിട്ടുക, ഇവിടെ നിന്നാണ് കിട്ടുക. നേരത്തെ ഒക്കെ എങ്ങനെയായിരുന്നു, ഓരോ അപ്പവും ചുട്ടങ്ങ് എടുക്കുന്ന പോലെയായിരുന്നു. അതായത് 4 സ്ഥലത്ത് തട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ 4 എണ്ണത്തിനങ്ങ് ഒഴിച്ച് 4 എണ്ണത്തിന് അവിടെ നേരിട്ടങ്ങ് എടുക്കുമായിരുന്നു. ഇതങ്ങനെയല്ല, ഇത് ആക്ച്വലി ഓരോന്നോരോന്നായിട്ട് സൈഡും നിന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ തിക്കി എടുക്കുന്ന പോലെയാണ്. മനസ്സിലായോ? ആക്ച്വലി നിങ്ങൾക്ക് ഇത് കണ്ടാൽ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഓർമ്മിക്കാം. സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എല്ലാം സീരിയലായിട്ട് അതിനകത്ത് കിട്ടിയിട്ട് പുറത്തേക്ക് സീരിയലായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. അതേപോലെ പാരലൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ
നമ്മൾ പൊറോട്ടയോ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഓരോ കുഴിയിലേക്ക് ഇടും, അത് വെന്ത് കഴിഞ്ഞാൽ നേരെ അതിൽ നിന്ന് എടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇനി മറ്റേ രണ്ടും ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ കിട്ടുമായിരിക്കും. ഇത് അകത്തേക്ക് പാരലായിട്ടാണ് കൊടുക്കുന്നത്, പക്ഷെ പുറത്തേക്ക് എന്താണ് സീരിയലായിട്ടാണ് ഫ്ലോ ചെയ്യുക. പാരലായി കൊടുത്തതിന് ശേഷം സീരിയലായിട്ട് ക്രോസ് ചെയ്യണം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ആക്ച്വലി ഒരു സമയത്ത് എന്ത് ചെയ്യണം, ഡാറ്റ ലോഡ് ചെയ്യണം, അതായത് പാരലായിട്ടുള്ള ഡാറ്റ മൊത്തം എടുക്കണം. ആ സമയത്ത് ഇങ്ങനെ സീരിയലായി ഷിഫ്റ്റിംഗ് നടത്താൻ പാടില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ഡാറ്റ ഷിഫ്റ്റിംഗ് ആണ് നടക്കേണ്ടത്. ഔട്ട്പുട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകണം. ആ സമയത്ത് എന്താണ്, ഇൻപുട്ടിലേക്ക് ഡാറ്റ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ട് സംഭവമുണ്ട്, ഷിഫ്റ്റ് ബാർ ലോഡ്. ഷിഫ്റ്റ് ബാർ ലോഡ്, ലോഡിൻ്റെ മേലൊരു ബാർ എന്നിട്ടു കേട്ടോ, അന്നത് പറഞ്ഞുതരാം. ഷിഫ്റ്റ് ബാർ ലോഡ് ഇൻപുട്ട് എന്നുള്ളൊരു ഇൻപുട്ട് ഉണ്ട്. അത് ആക്ച്വലി ഒന്നുമില്ല, ഇങ്ങനെ എഴുതി ഞങ്ങൾക്ക് മനസ്സിലാവുമോ? ഒരു മിനിറ്റ്. കുറച്ചും കൂടെ വലത്തോട്ട് കൊണ്ടുപോവാം. ഷിഫ്റ്റ് അല്ലെങ്കിൽ LOAD ലോഡ് ചെയ്യണം. ഡാറ്റ ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ ഡാറ്റ ഷിഫ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു കമാൻഡ് കൊടുക്കുന്നുണ്ട്. ആ കമാൻഡ് ഇവിടെയാണ് കൊടുക്കുക. ആ കമാൻഡ് ഇവിടെ കൊടുത്താൽ ശരിയാവില്ല, കുറച്ചും കൂടെ മേലെ കൊടുക്കുക. ആ കമാൻഡ് കൊടുക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ആക്ച്വലി ഷിഫ്റ്റ് ആണോ അല്ലെങ്കിൽ ലോഡാണോ എന്നുള്ള കമാൻഡ് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഷിഫ്റ്റ് അല്ലെങ്കിൽ ലോഡ് എന്നുള്ള കമാൻഡ് കൊടുത്താൽ അതിനനുസരിച്ച് വേണം വർക്ക് ചെയ്യാൻ. അപ്പോൾ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്റ്റീവ് ഹൈ ആണ്. ലോഡ് എന്താണ്, ആക്റ്റീവ് ലോ ആണ്. അതായത് ലോഡിൻ്റെ മേലെ ബാർ ഇട്ടല്ലോ, ആക്റ്റീവ് ലോ എന്ന് പറയുന്നത് ഇവിടുത്തെ വാല്യൂ 0 കൊടുത്താൽ, അതായത് ഈ ഇൻപുട്ടിൻ്റെ വാല്യൂ 0 കൊടുത്താൽ ലോഡ് ഓപ്പറേഷൻ നടക്കണം. ഈ ഇൻപുട്ടിൻ്റെ വാല്യൂ ഹൈ കൊടുക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കും, കാരണം ഷിഫ്റ്റിൻ്റെ മേലെ ബാറില്ല. അപ്പോൾ ഷിഫ്റ്റ് എന്താണ്, ആക്റ്റീവ് ഹൈ ഇൻപുട്ടാണ്. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് ആക്ച്വലി ഇനി ഒരു പച്ച കൊണ്ട് വരച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ റെഡ് കൊണ്ട് വരയ്ക്കുകയാണ്. കാരണം കുറച്ച് ഇങ്ങനെ വരും, കാരണം ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. നോട്ട് ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ റെഡ് ആവുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഈ പച്ച ലൈനിൽ മൊത്തം 0 ആയിരിക്കും. ഈ നോട്ട് ഗേറ്റ് അതിന് എന്താക്കും, 1 ആക്കി മാറ്റിയിട്ട് ഇങ്ങനെ വരും. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഈ ഷിഫ്റ്റ് ഓർ ലോഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ പച്ച ലൈൻ മൊത്തം 1 ആയിരിക്കും. ഈ നോട്ട് ഗേറ്റ് അതിനെ 0 ആക്കിയിട്ട് ഇവിടെ മൊത്തം 0 ആയിരിക്കും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ്. മനസ്സിലായോ? അതായത് ആക്റ്റീവ് ലോ ഇൻപുട്ടാണ് ലോഡിന്, അതായത് ഇവിടെ 0 വരികയാണെങ്കിൽ ലോഡിംഗ് ആണ് നടക്കുക. ആക്റ്റീവ് ഹൈ ഇൻപുട്ടാണ് ഷിഫ്റ്റ്, അതായത് ഇവിടെ 1 നടന്നാൽ ഷിഫ്റ്റിംഗ് ആണ് നടക്കുക. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അതായത് ഇവിടെ ഒരു ഇൻപുട്ട് ഉണ്ട്, ഷിഫ്റ്റ് ബാർ ലോഡ്, ഷിഫ്റ്റ് അല്ലെങ്കിൽ ലോഡ് ബാർ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഉണ്ട്. ആ ഇൻപുട്ടിൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ ലോഡിംഗ് നടക്കും, ഡാറ്റ ലോഡിംഗ് നടക്കും. അതായത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തേക്കും ഡാറ്റ കയറും. അതിനുശേഷം ഷിഫ്റ്റിംഗ് എന്നുള്ള മോഡിൽ വരികയാണെങ്കിൽ, അതായത് 1 വരികയാണെങ്കിൽ ഷിഫ്റ്റിംഗ് മോഡ് നടക്കും. അതായത് ഈ ഡാറ്റ എന്ത് ചെയ്യും, സീരിയലായിട്ട് ഔട്ട്പുട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സിസോയിൽ എങ്ങനെയാണ് പോയത് അതേപോലെ നടക്കും. അപ്പോൾ ഇതിനുള്ള സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, വരയ്ക്കുമ്പോൾ ലോജിക്ക് മനസ്സിലായിക്കോളും. എന്തുണ്ടാവും ഇവിടെ, ഇൻപുട്ട് വേണം അല്ലേ, ഇൻപുട്ട് വേണം. ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലൂ വെച്ചിട്ട് വരയ്ക്കാം. ഇൻപുട്ട് നമുക്ക് ബ്ലൂ അല്ല, സോറി, യെല്ലോ കളർ. ഞാൻ ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ബി ആണ് ഇവിടെ വരുന്നത് കേട്ടോ. നമുക്കിവിടെ B3 എന്നോ അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാം. ഇനി അതേപോലെ ഇവിടെ വരുന്നത്, രണ്ടാമത്തേന് വരുന്നത് B2 ആണ്. അതേപോലെ മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് വരുന്നത് B1 ആണ്. അതേപോലെ ഇവിടുത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് വരുന്നത് B0 ആണ്. ഇനി ഈ ഡാറ്റ B3 എങ്ങനെയാണ് ഡയറക്റ്റ്ലി നമ്മളുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് D3യിലേക്കാണ് കൊടുക്കുന്നത്, ഒന്നാമത്തെ FF3യിലേക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഔട്ട്പുട്ടിനെ നേരെ ഇങ്ങോട്ട് എടുക്കും. നേരെ ഔട്ട്പുട്ട് എടുത്തിട്ട് സീരിയൽ ഡാറ്റ എന്താ ചെയ്യുക, സീരിയൽ ഡാറ്റ പോകണമെങ്കിൽ ഇവിടുന്ന് ഇതിലേക്ക് കൊടുക്കണം, പക്ഷെ നേരിട്ട് കൊടുക്കില്ല. നമ്മൾ അതിന് മുന്നേ എന്ത് ചെയ്യും, ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ആൻഡ് ഗേറ്റ് വരച്ചിട്ടില്ല, ഇവിടെ ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കും. അതേപോലെ പിന്നെ
ഇതിൻ്റെതും ഇതേപോലെ ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കും. അപ്പം പിന്നെ വരയ്ക്കാം. ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ഔട്ട്പുട്ട്, അതായത് Q3ൻ്റെ ഔട്ട്പുട്ട് അടുത്ത FF3യിലേക്ക് പോകണമല്ലോ. അപ്പോഴാണ് അതിനെന്ത് പറയുക, നമ്മൾ സീരിയലായിട്ട് ഡാറ്റ പോകുക എന്ന് പറയാം. അപ്പോൾ ഏത് മോഡിലാണ് വർക്ക് ചെയ്യേണ്ടത്? ഷിഫ്റ്റിലായിരിക്കുമോ ലോഡിലായിരിക്കുമോ? അതൊന്ന് പറഞ്ഞേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലായി, എനിക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഡാറ്റ അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ അത് ഷിഫ്റ്റ് എന്നാണോ പറയുക, ലോഡ് എന്നാണോ പറയുക? പറയൂ, ഏതാണ്? ഒന്നിന്ന് അടുത്തതിലേക്ക് ഡാറ്റ പോകുന്ന എന്താ പറയുക? ഷിഫ്റ്റ് എന്നാണോ അതോ ഡാറ്റ ലോഡിംഗ് എന്നാണോ പറയുക? പറ ചാറ്റ് ബോക്സ് പറ, ഞാൻ വെയിറ്റ്. ഷിഫ്റ്റ്, വെരി ഗുഡ്. ഇവിടുന്ന് അടുത്തതിലേക്ക് ഡാറ്റ ഷിഫ്റ്റ് ചെയ്യുക, അതല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ ഷിഫ്റ്റ് നടക്കണ എന്ത് വേണോ? ഇവിടെ നമുക്ക് ആക്ച്വലി ഷിഫ്റ്റ് നിന്നും ലോഡ് നിന്നും എടുത്തിട്ടുണ്ട് നമ്മൾ. ഷിഫ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഷിഫ്റ്റും കൂടെ ആക്ടിവേറ്റ് ആവണം. അപ്പോൾ ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത് നടക്കണ എന്ത് വേണം? ഷിഫ്റ്റും കൂടെ ആക്ടിവേറ്റ് ആവണം. അപ്പം ഇവിടുന്ന് നമുക്ക് ഷിഫ്റ്റിനൊക്കെ നമുക്ക് പച്ച വെച്ച് വരയ്ക്കാം. ഈ ഷിഫ്റ്റും കൂടെ ഇങ്ങോട്ട് വരണം. അത് എങ്ങോട്ട് പോകണം? ഒരു ആൻഡ് ഗേറ്റേക്ക് വരണം. ഇതും കൂടെ നടക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? ആൻഡ് ഗേറ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഷിഫ്റ്റിൻ്റെ ഇൻപുട്ട് അടുത്തതിലേക്കും വരണം, ഇവിടുത്തെ ഷിഫ്റ്റിൻ്റെ ഇൻപുട്ട് അടുത്തതിലേക്കും വരണം. ഇത് രണ്ടും എങ്ങോട്ട് പോകണം? ഇത് രണ്ടും കൂടെ ഒരു കളറെല്ലാം തീർന്നു പോയി. ഇതെല്ലാം കൂടെ ഒരു ആൻഡ് ഗേറ്റിലേക്ക് വരണം, അല്ല ആൻഡ് ഓപ്പറേഷൻ എടുക്കുക. ഇതും എന്ന് പറയുന്നത് രണ്ടും കൂടെ നടക്കണമെങ്കിൽ എന്താ പറയുക? ആൻഡ് ഗേറ്റ് ആണ് വരിക. 1 സെക്കൻഡ്. ഇത് രണ്ടും നടക്കുക വെച്ചാൽ ആൻഡ് ഗേറ്റ് ആണ് വരിക. ഇനി നമുക്ക് ഡാറ്റകളുണ്ടല്ലോ, ഡാറ്റയുണ്ട്. ഡാറ്റ നമ്മൾ യെല്ലോ ആയിരുന്നു, നമ്മുടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഡാറ്റ മാച്ചുകളാണ്. ഇപ്പോൾ ഡാറ്റ വരും. അതേപോലെ ഡാറ്റകളുണ്ട്. ഏത് ഡാറ്റയാണ് വരിക എന്ന് വെച്ചാൽ ആ ഡാറ്റേനെ ലോഡ് ചെയ്യണം, അല്ലേ? ഡാറ്റ ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ ലോഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏതാ ഉപയോഗിക്കുക? ലോഡ് ഇൻപുട്ട്, അല്ലേ? ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ അല്ലേ? അപ്പോൾ റെഡ് എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. റെഡ് നമ്മൾ ലോഡ് ചെയ്യേണ്ട സാധനം എടുക്കുകയാണെങ്കിൽ, അതായത് ലോഡിംഗ് മോഡിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ലോഡ് ഇൻപുട്ടാണ് എടുക്കേണ്ടത്. ലോഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയാണ് ലോഡ് ഇൻപുട്ട് വരിക, അല്ലേ? ലോഡ് ബാർ ആയതുകൊണ്ട് നോട്ട് ഗേറ്റ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും ലോഡിലേക്ക് വരിക. അതേപോലെ ഇവിടെയും കൂടെ ലോഡ് ഉണ്ടാവും, ഇവിടെയും കൂടെ ലോഡ് ഉണ്ടാവും. ഈ രണ്ട് സാധനം എന്ത് ചെയ്യണം? അതായത് ലോഡിങ്ങാണ് നടക്കണ്ടെങ്കിൽ, ഡാറ്റ ലോഡിങ്ങാണ് നടക്കണ്ടെങ്കിൽ എന്ത് പറയണം? ഡാറ്റയും വരണം, ലോഡിൻ്റെ സാധനവും വർക്ക് ചെയ്യണം. അതായത് ലോഡ് ബാർ ആയതുകൊണ്ട് ഇവിടെ 0 കൊടുക്കണം. 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലോഡ് ബാർ ആക്റ്റീവ് ലോ ആയതുകൊണ്ട് അത് വർക്ക് ചെയ്യും. ഈ 0 നോട്ട് ഗേറ്റ് കൂടെ കടന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യും? 1 ആയിട്ട് വരും. ആ 1ഉം ഏത് ഡാറ്റയാണോ ലോഡ് ചെയ്യേണ്ടത് അതും കൂടെ എന്താണോ? ഏത് ഗേറ്റാണ് വരിക? ആൻഡ് ഗേറ്റാണ് വരിക, അല്ലേ? ആൻഡ് ഓപ്പറേഷൻ നടക്കുക. ഇനി നമുക്ക് എന്ത് വേണം? അതായത് ഈ സാധനം വർക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് ഷിഫ്റ്റിംഗ് മോഡിലായിരിക്കും, അല്ലെങ്കിൽ ലോഡിംഗ് മോഡിലായിരിക്കും. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്ത ഡാറ്റയും അല്ലെങ്കിൽ ലോഡ് ചെയ്ത ഡാറ്റയും എന്ത് വേണം? അടുത്ത സ്റ്റേജിലേക്ക് പോകണം. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതുകൊണ്ട് ഓർ ഗേറ്റ് ആണ് വരിക. ആ ഓർ ഗേറ്റ് എടുത്തിട്ട് അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൻഡ് ഗേറ്റാണ് വരിക. ഈ ആൻഡ് ഗേറ്റ് എന്ത് ചെയ്യണം? ഒന്നുകിൽ ഷിഫ്റ്റിംഗ് നടക്കണം, അല്ലെങ്കിൽ ലോഡിംഗ് നടക്കണം. അപ്പോൾ ഓർ ഗേറ്റ് ആണ് വരിക, അത് അടുത്തതിലേക്ക് പോകും. അതേപോലെ തന്നെ അവസാനത്തെ കേസിൽ എന്താണ്? ഒന്നുകിൽ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ലോഡിംഗ്. അതുകൊണ്ട് തന്നെ രണ്ട് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഒരു ഓർ ഗേറ്റിലേക്ക് വരും. ഓർ ഗേറ്റ് ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് പോകും. ഓക്കെ, സംഭവം മനസ്സിലായോ? ഇത് വളരെ വളരെ സിമ്പിളാണ്. ഈ സാധനം കാണുമ്പോൾ പേടിക്കേണ്ടെന്നേ ഉള്ളൂ, പേടിക്കുന്നേ ഉള്ളൂ നിങ്ങൾ. അതായത് ലോഡിംഗ് ആണ് നടക്കേണ്ടത്. ഡാറ്റ എല്ലാം ഇതിനകത്തേക്ക് കയറണമെന്ന് വെച്ചോ. കയറണം എന്ത് ചെയ്യണം? ലോഡാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ലോഡ് എന്താണ്? ആക്റ്റീവ് ലോ ആണ്. ലോഡ് ആക്ച്വലി ലോഡ് ബാർ ആയതുകൊണ്ട് ആക്റ്റീവ് ലോ എന്നാണ് നമ്മളതിനെ വിളിക്കുക. ഷിഫ്റ്റോ അതിൻ്റെ മേലെ ബാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആക്റ്റീവ് ഹൈ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡാറ്റ ഓരോ 1 by 1 ആയി പറയാം. ഡാറ്റ ലോഡ് ചെയ്യണം. അപ്പോൾ ലോഡ് ബാർ എന്ത് ചെയ്യണം? ആക്റ്റീവ് ലോ ആയതുകൊണ്ട് ഇവിടെ 0 വരികയാണെങ്കിലാണ് ആക്റ്റീവ് ലോ സാധനം വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 0 വന്ന് എന്ത് ചെയ്യും? ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ നോട്ട് ഗേറ്റുള്ള സാധനമാണ്. അതിവിടെ 1 ആകും. മേലെ എന്തായിരിക്കും? മേലെ 0 ആയിരിക്കും, അല്ല? മേലെ 0 ആയിരിക്കും. മേലെ 0 ആയതുകൊണ്ട് പച്ച നോക്കിക്കോ, പച്ച മൊത്തം 0 ആണ്. പച്ച എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോണത്? ഒന്നിന്ന് അടുത്തതിലേക്ക് ഡാറ്റ ഷിഫ്റ്റ് ചെയ്യുന്ന സാധനത്തിനെയാണ്, അല്ലേ? ഷിഫ്റ്റ് ചെയ്യുന്ന സാധനം എന്തായി? ഇവിടെയൊക്കെ 0 ആയി, പച്ച മൊത്തം 0 ആയി. പച്ച മൊത്തം 0 ആകുമ്പോൾ പച്ച കണക്ട് ചെയ്യുന്ന ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത്
ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഔട്ട്പുട്ടിലേക്ക് ചാടിക്കുന്നതാണ് ആ സാധനം. അത് 0 ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഉള്ള ഈ ഔട്ട്പുട്ട് അടുത്ത ഔട്ട്പുട്ടിലേക്ക് അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് പോകില്ല. നേരെ മറിച്ച് ലോഡിൻ്റെ കേസ് എന്താ? ലോഡ് അതായത് റെഡ് മൊത്തം എന്തായി? 1 ആയി കിടക്കുക. അപ്പോൾ ലോഡിൻ്റെ ആ സാധനം കൊടുത്ത ആൻഡ് ഗേറ്റ് നോക്കിക്കോ. ആ ആൻഡ് ഗേറ്റ് നമുക്ക് 1 2 3 എന്ന് വിളിക്കാം. 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും ഇൻപുട്ടിൽ എന്താണ്? 1 ആണ്. അടുത്ത ഇൻപുട്ട് ഏതാണ്? B2 B1 B0, അതായത് ബിറ്റുകളാണ്. അപ്പോൾ എന്ത് ചെയ്യും? മൊത്തം ലോഡിങ് നടക്കും. ഇവിടെ ഒന്നിൽ 1 ആണ്, മറ്റേ B2 ആണ്. അപ്പോൾ 1.B2, ഇവിടെ 1.B1, ഇവിടെ 1.B0. അപ്പോൾ എന്താവും? B0യും B1ഉം B2ഉം വരും. അത് ഓർ ഗേറ്റിലേക്കാണ് വരിക. ഓർ ഗേറ്റിൽ മറ്റേത് എന്താണ്? ഓൾറെഡി 0 ആണ്, കാരണം ഇവിടെ 0 ആയതുകൊണ്ട്. ഇത് ഓർ 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? അത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് ഈ D2ലേക്ക് വരും. അപ്പം D2ലേക്ക് എന്ത് ചെയ്യും? B2 കയറും. D1ലേക്ക് എന്ത് ചെയ്യും? B1 കയറും. D0ലേക്ക് എന്ത് ചെയ്യും? B0 കയറും. അതേപോലെ ഇപ്പോൾ ലോഡ് ഓപ്പറേഷൻ അങ്ങനെ എല്ലാ ഡാറ്റയും ലോഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? പാരലൽ ഇൻപുട്ടിൽ മൊത്തം ഡാറ്റയും കയറി. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ പഴയ സിസോ ഇല്ലേ, സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്, അതിലെ സീരിയൽ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ ആക്റ്റീവ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ഹൈ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യും? ആക്റ്റീവ് ഹൈ ആയതുകൊണ്ട് ഷിഫ്റ്റിംഗ് ആണ് ഇനി നടക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 1 കൊടുക്കും. 1 കൊടുത്താൽ എന്ത് വരും? ഈ പച്ച മൊത്തം 1 ആവും. എന്താ റെഡ് മൊത്തം എന്താവും? 0 ആവും. റെഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഡാറ്റേനെ എടുക്കുന്ന ആൻഡ് ഗേറ്റാണ്. അപ്പോൾ അത് ഇൻറ്റു 0 വരും. അത് ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ഡാറ്റകളൊന്നും അകത്തേക്ക് പോവില്ല. അതായത് പുറത്തുനിന്നുള്ള ബിറ്റുകളൊന്നും അകത്തേക്ക് പോവില്ല. നേരെ മറിച്ച് ഇപ്പോൾ പച്ച എന്താണ്? പച്ച 1 ആണ്. പച്ച കണക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ്? തൊട്ട മുന്നത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്. അതാണ് ഇവിടെ വരിക. ഇവിടെ ഇപ്പോൾ Q3 ഉണ്ട്. Q3 ഉണ്ട്. ഇപ്പോൾ പച്ചയുടെ വാല്യൂ 1 ആണ്. 1ഉം 1.Q3 എന്ത് കിട്ടും? Q3. അത് ഓർ ഗേറ്റിലേക്ക് പോകും. ഓർ ഗേറ്റിൽ വരുന്ന മറ്റേ ഇൻപുട്ട് എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഓർ Q3. ആ Q3 നേരെ എന്ത് ചെയ്യും? D2ലേക്ക് പോകും. അതുപോലെ Q2 നേരെ D1ലേക്ക്. അതേപോലെ Q1 നേരെ D0ലേക്ക്. പിന്നെ ക്ലോക്ക് ഇങ്ങനെ വന്നുകൊണ്ടനുസരിച്ച് എന്ത് ചെയ്യും? ഡാറ്റ മൊത്തം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പോൾ കുറേ നേരം കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഡാറ്റ മൊത്തം ഔട്ട്പുട്ടിൽ കിട്ടും. ഇതാണ് ആക്ച്വലി കുറേ ക്ലോക്കുകൾ കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് അഥവാ PISO ഷിഫ്റ്റ് രജിസ്റ്റർ. കാര്യം മനസ്സിലായോ? ഇനീഷ്യലി 2 മോഡ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ലോഡിങ്. ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ ആണ്. അപ്പോൾ അവിടെ 0 കൊടുത്താൽ എന്ത് ചെയ്യും? ഡാറ്റ മൊത്തം ലോഡഡ് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഷിഫ്റ്റിംഗ് ആക്റ്റീവ് ഹൈ ആണ്. അവിടെ 1 കൊടുക്കും. അതോടുകൂടി എന്ത് ചെയ്തു? ഷിഫ്റ്റിംഗ് മോഡ് ആക്റ്റീവ് ആവും. മനസ്സിലായിട്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഒരു മിനിറ്റ്, കുറച്ച് ആവേശം മൂത്തിട്ട് എന്തോ ക്ലോസ് ചെയ്ത്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. എല്ലാം ഓക്കെ അല്ലേ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷിഫ്റ്റ് രജിസ്റ്റർ പറഞ്ഞു എക്സാമിന് ചോദിക്കും, എഴുതുക, മാർക്ക് വാങ്ങും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ, നാളെ ഞാൻ ക്ലാസ്സിൽ ഉണ്ടാവില്ല. ഞാൻ എന്ത് വെച്ചാൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കുറച്ചൊരു സാധനം കൊണ്ട് മാസ്റ്റർ സ്ലേവ് മോഡ് ഉണ്ട്, അതും കൂടെ തരും. ഇതെന്ത് ചെയ്യുക? എല്ലാവരും പഠിക്കുക. 2 വീഡിയോ ഉണ്ടാവും, ലെങ്തിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പെന്നും പെൻസിലും എടുക്കുക, എഴുതുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങൾ അറ്റൻഡൻസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഗ്രൂപ്പിലിട്ടോ, ഞാൻ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു.